Dear friends, welcome to Electron College. So in the topic, it is about decoder. Now in the previous session, നമ്മൾ എൻകോഡറെ കുറിച്ച് ഡിസ്കസ് ചെയ്തു ആൻഡ് എൻകോഡറിൻ്റെ ബേസിക് യൂസ് എന്താണെന്നുള്ളതും നമ്മൾ ഡിസ്കസ് ചെയ്തു. വിൽ ജസ്റ്റ് സീ ദാറ്റ് അഗെയിൻ. ഒരു സിസ്റ്റം അസ്യൂം ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഒരു ഫോർ ഡേറ്റ ലൈൻസ് യൂസ് ചെയ്യുന്ന ഒരു സിസ്റ്റം. ലെറ്റ് ഇറ്റ് ബി I0, I1, I2, I3. And ഇവിടെ see only one line will be used at a time. Only one line will be used at a time. അപ്പോൾ എന്ന് പറയുമ്പോൾ ഈ 4 ഡേറ്റ ലൈൻസും നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ബിക്കോസ് അറ്റ് എ ടൈം ഒരൊറ്റ ഡേറ്റ ലൈൻ മാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. സോ 4 ഡേറ്റ ലൈൻസും കണ്ടിന്യൂസ്ലി ഇങ്ങനെ ഫ്രം ദ ട്രാൻസ്മിറ്റർ ടു റിസീവർ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ദാറ്റ് ഈസ് എ വേസ്റ്റേജ് ഓഫ് റിസോഴ്സ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത് യു ക്യാൻ യൂസ് ആൻ എൻകോഡർ ആൻഡ് ഏത് ലൈനാണോ നമ്മൾ യൂസ് ചെയ്യുന്നത് ആ ലൈൻ മാത്രം എൻകോഡ് ചെയ്ത് ട്രാൻസ്മിറ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഈ ലൈൻ്റെ കോഡ് 00 ആയിരിക്കാം, ഈ ലൈൻ്റെ കോഡ് 01, ദിസ് ഈസ് 10 ആൻഡ് 11. സോ ഇഫ് യു വാണ്ട് ടു ട്രാൻസ്മിറ്റ് ദിസ് ലൈൻ I1, you better transmit that particular data line using this code 01. And I2 data line ആണ് ട്രാൻസ്മിറ്റ് ചെയ്യേണ്ടതെങ്കിൽ you will be using this code 10. So ഇവിടെ see 4 data lines is converted to 2 data lines. അല്ലേ, നമ്മൾ ഈ നമ്പർ ഓഫ് ഡേറ്റ ലൈൻസിൻ്റെ എണ്ണം റെഡ്യൂസ് ചെയ്യാണ്. സോ ദിസ് ഈസ് an example of using encoder. And you will be transmitting this line now at the transmitter end, at the receiver end. Receiver endil നമ്മൾ എന്താണ് ചെയ്യുന്നത്, തിരിച്ച് ഡീകോഡ് ചെയ്യണം. So there is where you will use a decoder. So here you will use a decoder. So a decoder, ഇപ്പോൾ 2 ഇൻപുട്ട് ലൈൻസ് ആണെങ്കിൽ decoder will have 4 ഔട്ട്പുട്ട് ലൈൻസ്. അത് ജസ്റ്റ് ദ ഓപ്പോസിറ്റ് ഓഫ് എൻകോഡർ. 4 ഇൻപുട്ട് ലൈൻസ് ആണെങ്കിൽ 2 ഔട്ട്പുട്ട് ലൈൻ ആണ് അല്ലേ. യു നോ ദ റിലേഷൻ 2n to n. ഇവിടെ അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ഇൻ ദ ഡീകോഡർ സൈഡ്. അതായത് n ഇൻപുട്ട് ലൈൻസ് 2n ഔട്ട്പുട്ട് ലൈൻസ്. സോ ഹിയർ അഗെയിൻ സി ദിസ് വിൽ ബി ലൈൻ I0, ദിസ് വിൽ ബി ലൈൻ I1, ദിസ് വിൽ ബി I2 ആൻഡ് ദിസ് ഈസ് I3. അപ്പോൾ റിസീവിംഗ് കോഡ് 01 ആണെങ്കിൽ ഇഫ് ദ റിസീവ്ഡ് കോഡ് ഈസ് 01, സി ദിസ് ലൈൻ വിൽ ബി ആക്ടിവേറ്റഡ്. റിസീവ്ഡ് കോഡ് 10 ആണെങ്കിൽ അത് I2വിൻ്റെ കോഡാണ്. സോ ദിസ് ലൈൻ വിൽ ബി ആക്ടിവേറ്റഡ്. ദിസ് ഈസ് ദ ഫങ്ഷൻ ഓഫ് ഡീകോഡർ. അതായത് ഡേറ്റ ട്രാൻസ്മിഷൻ സമയത്ത് എൻകോഡർ ആക്ടിവേറ്റഡ് ഡേറ്റ ലൈനിനെ എൻകോഡ് ചെയ്യുന്നു. ഡീകോഡർ ആ കോഡഡ് ഫോർമാറ്റിൽ നിന്നും ആക്ച്വൽ ഡേറ്റ ലൈൻ ആക്ടിവേറ്റ് ചെയ്യുന്നു. അതായത് റിസീവ്ഡ് കോഡ് ഏതാണോ ബേസ്ഡ് ഓൺ ദാറ്റ് കോഡ് 1 ഔട്ട്പുട്ട് ലൈൻ വിൽ ബി ആക്ടിവേറ്റഡ്. സോ ഡീകോഡർ it will have n number of output lines. അതിൽ only 1 output line will be activated based on the received input code. That is the function of a decoder. So a decoder is a logic circuit that converts n-bit binary input code into m output line such that only one ഔട്ട്പുട്ട് ലൈൻ ഈസ് ആക്ടിവേറ്റഡ് ഫോർ ഈച്ച് വൺ ഓഫ് ദ പോസിബിൾ കോമ്പിനേഷൻ ഓഫ് ഇൻപുട്ട്. അതായത് ഇഫ് ഒരു ഡീകോഡർ ഇപ്പോൾ 2 ഇൻപുട്ട് ലൈൻസ് ആണെങ്കിൽ അവിടെ ഒരു 4 ഔട്ട്പുട്ട് ലൈൻസ് ഉണ്ടാവും അല്ലേ. ദിസ് ഈസ് n ആൻഡ് ദിസ് ഈസ് 2n. ആൻഡ് ഡീകോഡറിൻ്റെ ഫംഗ്ഷൻ എന്താണ്, സി ബേസ്ഡ് ഓൺ ദ റിസീവ്ഡ് ഇൻപുട്ട് കോഡ്. അപ്പോൾ ഇവിടെ പോസിബിൾ കോമ്പിനേഷൻസ് എന്തൊക്കെയാണ്, 00, 01, 10, 11. സോ ഓരോ കോമ്പിനേഷനും എന്താണോ ബേസ്ഡ് ഓൺ ദാറ്റ് കോമ്പിനേഷൻ ഏതെങ്കിലും ഒരു ഔട്ട്പുട്ട് ലൈൻ മാത്രമേ ആക്ടിവേറ്റ് ചെയ്യുന്നുള്ളൂ. അതായത് ഇൻപുട്ട് കോമ്പിനേഷൻ 00 ആണെങ്കിൽ ഈ ലൈൻ ആയിരിക്കും ആക്ടിവേറ്റ് ചെയ്യുക. ഇൻപുട്ട് കോമ്പിനേഷൻ 01 ആണെങ്കിൽ ഈ പർട്ടിക്കുലർ ലൈൻ ആയിരിക്കും ആക്ടിവേറ്റ് ചെയ്യുക. 10 ആണെങ്കിൽ ഈ ഔട്ട്പുട്ട് ലൈൻ ആയിരിക്കും ആക്ടിവേറ്റ് ചെയ്യുക. 11 ആണെങ്കിൽ ഈ പർട്ടിക്കുലർ ലൈൻ ആയിരിക്കും ആക്ടിവേറ്റ് ചെയ്യുക. അതായത് അറ്റ് എ ടൈം only 1 ഔട്ട്പുട്ട് ലൈൻ വിൽ ബി ആക്ടിവേറ്റഡ്. ദാറ്റ് ഈസ് ബേസിക്കലി ദ ഫങ്ഷൻ ഓഫ് എ ഡീകോഡർ. So decoder detects a particular code. It is just the opposite function of an encoder. Now അതിൻ്റെ ഒരു ബേസിക് സ്ട്രക്ചറാണ് കാണിച്ചിരിക്കുന്നത്. ഡീകോഡർ, these are the input lines A0, A1, A2 up to AN-1, and these are the output lines D0 to up to DM-1, and only one output is high for each input code for each of the possible combination. For each of the possible combination only one output line will be activated.
So for each of the input combination, only one of the M output will be active, and some of the decoders may not utilize all of the input combinations also. So now an example of decoder. See, this is an example 3 LAN to 8 LAN decoder. 3 LAN to 8 LAN എന്ന് പറയുമ്പോൾ number of inputs is 3, and നമ്മുടെ outputs 8 number of outputs, that is 3 to 8 LAN decoder. So അതിൻ്റെ ഒരു ട്രൂത്ത് ടേബിളാണ് ഈ കാണിച്ചിരിക്കുന്നത്. See, these are the inputs A, B, C അല്ലേ, 3 inputs and 8 outputs. So D0, D1, D2, D3, D4, D5, D6 and D7. അപ്പോൾ 3 ഇൻപുട്ട്സ് എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ വരുന്ന പോസിബിൾ കോമ്പിനേഷൻസ് എന്നത് 8 കോമ്പിനേഷൻസ് ആണ് അല്ലേ. നമുക്ക് മാക്സിമം യു ക്യാൻ ഹാവ് 8 കോമ്പിനേഷൻസ്, അതായത് 0, 0, 0, 0, 0, 1, 0, 1, 0, 2, 1, 1, 1 വരെ. സോ ഔട്ട്പുട്ട് എന്തുമായിരിക്കും? ഔട്ട്പുട്ട് നമുക്കറിയാം, ഡീകോഡർ അറ്റ് എ ടൈം ഓൺലി വൺ ഔട്ട്പുട്ട് ലൈൻ വിൽ ബി ആക്ടിവേറ്റഡ് ആൻഡ് ദാറ്റ് വിൽ ബി ബേസ്ഡ് ഓൺ ദ ഇൻപുട്ട് കോമ്പിനേഷൻ. അപ്പോൾ ഇവിടെ സി ഇൻപുട്ട് കോമ്പിനേഷൻ 0, 0, 0 ആണെങ്കിൽ ഔട്ട്പുട്ട് ലൈൻ D0 വിൽ ബി ആക്ടിവേറ്റഡ്. ഇൻപുട്ട് കോമ്പിനേഷൻ 0, 0, 1 ആണെങ്കിൽ ഔട്ട്പുട്ട് ലൈൻ D1 വിൽ ബി ആക്ടിവേറ്റഡ്. 0, 1, 0 ആണെങ്കിൽ ഔട്ട്പുട്ട് ലൈൻ D2 വിൽ ബി ആക്ടിവേറ്റഡ്. 0, 1, 1 ആണെങ്കിൽ D3 വിൽ ബി ആക്ടിവേറ്റഡ്, എക്സെട്ര. 1, 1, 1 ആണെങ്കിൽ D7, അതായത് 8th line D7 will be activated. So this is how a 3 to 8 line decoder works. So അതിൻ്റെ ഒരു ഇംപ്ലിമെൻറ്റേഷൻ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇംപ്ലിമെൻറ്റേഷൻ വളരെ ഈസിയാണ്. ജസ്റ്റ് ഇഫ് യു ക്യാൻ റൈറ്റ് ദ ഇക്വേഷൻ, ഇപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇക്വേഷൻസ് എഴുതാം. സോ D0, വാട്ട് ഈസ് D0? D0 അല്ലേ, D0 എപ്പോഴാണ് ഹൈ ആവുന്നത്? D0 ഹൈ ആവുന്നത് സി A, B, C 0, 0, 0 ആവുമ്പോഴാണ്. സോ യു ക്യാൻ റൈറ്റ് D0 ഈസ് ഈക്വൽ ടു A complement, B complement, C complement. ശരിയല്ലേ? സിമിലർലി D1 എപ്പോഴാണ് ഹൈ ആവുന്നത്? 0, 0, 1. സോ D1 is equal to, you can write the equation as this is high when A is 0, B is 0, C is 1. So D1 A complement, B complement, C. And D2 എപ്പോഴാണ് ഹൈ ആവുന്നത്? A complement, B, C complement. A complement, B, C complement. Similarly D3, so D3 high ആവുന്നത് A complement, B, C അല്ലേ, A complement, B, C. Similarly D4, so D4 is equal to A, B complement, C complement. And D5, so D5 equal to A, B complement, C. And D6 equal to ABC complement. And D7, finally D7 എപ്പോഴും ആക്ടിവേറ്റ് ആവുന്നത്? ABC അല്ലേ, D7 equal to ABC. സോ ഇക്വേഷൻസ് എഴുതി കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാം, ബിക്കോസ് ഇത് യു ക്യാൻ യൂസ് ആൻഡ് ഗേറ്റ് അല്ലേ. D0 equal to A complement dot B dot C, ആൻഡ് ഗേറ്റ് യൂസ് ചെയ്തിട്ട് വളരെ ഈസി ആയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. സീരീസ് വാട്ട് ഈസ് ഡൺ ഹിയർ? നമ്മളിവിടെ 3 ഇൻപുട്സ് ആണ് കൊടുക്കുന്നത്, A, B, C. യു ആർ ഗിവിംഗ് 3 ഇൻപുട്സ് and D0 to D7, these are the output lines. So D0 A complement, B complement, C complement അല്ലേ, up to etc D7 ABC. ആ ഇക്വേഷൻസ് ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുകയാണ്, ലോജിക്കലി ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുകയാണ് യൂസിങ് ആൻഡ് ഗേറ്റ് അല്ലേ. നമുക്ക് ഫോർ എക്സാമ്പിൾ ജസ്റ്റ് ഇതൊന്ന് ചെക്ക് ചെയ്യാം. D7 ഇറ്റ് ഈസ് കണക്റ്റഡ്, എങ്ങോട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? ഇറ്റ് ഈസ് കണക്റ്റഡ് ടു A, ഇറ്റ് ഈസ് കണക്റ്റഡ് ടു B and it is connected to C. 3 inputs are A, B, C. And similarly D6 is A, B, C complement അല്ലേ. See, the first input is connected to A, second input is connected to B, and third input is connected to C complement, A, B, C complement. So decoder implement ചെയ്യാൻ just draw the truth table വരച്ചിട്ട് അതിൽ നിന്നും ഇക്വേഷൻ എഴുതുക. ആ ഇക്വേഷൻ ഡയറക്റ്റ് ആയിട്ട് ലോജിക്കലി റിയലൈസ് ചെയ്ത് കഴിഞ്ഞാൽ that will be the implementation of the decoder or any circuit. So another example, BCD to decimal decoder. So BCD to decimal, that is again same type of implementation തന്നെയാണ്, but number of input lines ഉം number of output lines ഉം ഇവിടെ different ആണ്. So ഇവിടെ number of input lines 4 അല്ലേ. BCD എന്ന് പറയുമ്പോൾ you will have 4 input lines and 10 output lines, because decimal output ആണ്. അപ്പോൾ 10 output lines. So you will have a configuration like this. You have 4 input lines
and you will have 10 output lines etc. അല്ലേ I0 I1 to I9 വരെ 0 to 9 അല്ലേ decimal digits, and BCD it will have only 4 input lines. അപ്പോൾ possible combinations എന്തൊക്കെയാണ് 0 0 0 0 0 0 0 1 etc. up to 0 to 15 വരെ. So you will have 4 lines ആയതുകൊണ്ട് തന്നെ you will have 16 combinations അല്ലേ 0 to 15 വരെ you will have 16 possible input combinations. അപ്പോൾ ഇവിടെ based on the input combination one particular line will be activated. അതായത് 0 0 0 0 ആണ് കോമ്പിനേഷൻ എങ്കിൽ ഔട്ട്പുട്ട് ലൈൻ I0 will be activated. 0 0 0 1 ആണെങ്കിൽ I1 will be activated etc. അപ്പോൾ ഇവിടെ 16 കോമ്പിനേഷൻസ് ഉണ്ടെങ്കിലും ഈ 16 കോമ്പിനേഷൻസും നമ്മൾ ഔട്ട്പുട്ടിൽ യൂസ് ചെയ്യുന്നില്ല അല്ലേ, ബിക്കോസ് ഔട്ട്പുട്ട് 10 ലൈൻസേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നിന്ന് 10 കോമ്പിനേഷൻസ് മാത്രമേ നമ്മൾ ഈ ഔട്ട്പുട്ടിൽ യൂസ് ചെയ്യുന്നുള്ളൂ. റിമൈനിങ് കോമ്പിനേഷൻസ് ഇറ്റ് വിൽ ബി ലെഫ്റ്റ്, അത് നമ്മൾ യൂസ് ചെയ്യുന്നില്ല, ഇറ്റ് വിൽ ബി ലെഫ്റ്റ് അൺയൂസ്ഡ്. സോ ദിസ് ഈസ് 4 to 8 ലൈൻ ഡീകോഡർ. അപ്പോൾ ഇവിടെയും ഇംപ്ലിമെൻറ്റേഷൻ വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല. നമ്മൾ പ്രീവിയസ്ലി ഡിസ്കസ് ചെയ്ത് 3 to 8 ഡീകോഡർ പോലെ തന്നെ യു ക്യാൻ ഡ്രോ ദ ട്രൂത്ത് ടേബിൾ, അതിൽ നിന്നും ഇക്വേഷൻസ് യൂസ് ചെയ്ത് ലോജിക്കലി നമുക്ക് റിയലൈസ് ചെയ്യാവുന്നതാണ്. So here you have 4 input lines and 10 output lines, and in that see 6 of the 16 input combinations are invalid അല്ലേ. See ഈ 4 input linesൽ totally you have 16 input combination, അതിൽ നമുക്ക് 10 input combinationsൻ്റെ ആവശ്യമേ ഉള്ളൂ, ബിക്കോസ് ഔട്ട്പുട്ട് ഡീകോഡറിൻ്റെ ഔട്ട്പുട്ടിൽ 10 lines മാത്രമേ ഉള്ളൂ. സോ റിമൈനിങ് 6 combinations remains unused, അത്രയേ ഉള്ളൂ. So this is about decoders. അപ്പോൾ encoder decoder section നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്യാണ്. ആൻഡ് ജസ്റ്റ് റിമെമ്പർ ദാറ്റ് decoder is just the opposite of encoder. Encoder ഒരു പർട്ടിക്കുലർ ലൈൻ, ഒരു പർട്ടിക്കുലർ ഇൻപുട്ടിനെ, ആക്റ്റീവ് ആവുന്ന പർട്ടിക്കുലർ ഇൻപുട്ടിനെ എൻകോഡ് ചെയ്യുന്നു, കോഡ് ചെയ്ത് ട്രാൻസ്മിറ്റ് ചെയ്തതിന് ശേഷം റിസീവറിൽ അതിനെ ഡീകോഡ് ചെയ്യണം അല്ലേ. ആ കോഡഡ് ഫോർമാറ്റിനെ തിരിച്ച് ഒറിജിനൽ ഡേറ്റ ലൈനിലോട്ട് തന്നെ കൺവേർട്ട് ചെയ്യണം. സോ ദാറ്റ് ഈസ് ഡൺ ബൈ ദ ഡീകോഡർ. So now the next topic, it is about multiplexes. So multiplexes they are also called data selectors. Now multiplexer is a logic circuit that will accept several data inputs and allows only one of them to get through the output. So ഒരു multiplexer എന്ന് പറയുമ്പോൾ see there will be number of input lines, കുറേ ഇൻപുട്ട് ലൈൻസ് ഉണ്ടാവും, ആൻഡ് സിംഗിൾ ഔട്ട്പുട്ട്, ഒരൊറ്റ ഔട്ട്പുട്ട് ലൈനേ ഉണ്ടാകത്തുള്ളൂ ഇൻ എ മൾട്ടിപ്ലെക്സർ. ആൻഡ് ഇതിൻ്റെ ഒരു ഓപ്പറേഷൻ ഇവിടെ ഒരു 2-3 സെലക്ട് ലൈൻസ് ഉണ്ടാവും. യു വിൽ ഹാവ് ഫ്യൂ നമ്പർ ഓഫ് സെലക്ട് ലൈൻസ്. അപ്പോൾ ഈ ഇൻപുട്ട് ലൈൻസിൽ ഏതെങ്കിലും ഒരു ലൈൻ മാത്രമേ നമ്മൾ ഔട്ട്പുട്ടിലോട്ട് പാസ് ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ ലെറ്റ് ദിസ് ബി I0, ദിസ് ഈസ് I1 എക്സെട്ര അപ് ടു I9. ഇപ്പോൾ 0 to 9 10 ഇൻപുട്ട് ലൈൻസ് ആണെന്ന് വിചാരിക്കുക. മൾട്ടിപ്ലെക്സർ സിംഗിൾ ഔട്ട്പുട്ട് മാത്രമേ കാണത്തുള്ളൂ. അപ്പോൾ ഇവിടെ സെലക്ട് ലൈൻസ് ഉണ്ടാവും. ആൻഡ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ദി സർക്യൂട്ട് ഇതിലേതെങ്കിലും ഒരു ഇൻപുട്ടിനെ മാത്രമേ ഔട്ട്പുട്ടിലോട്ട് പാസ് ചെയ്യത്തുള്ളൂ. ഇറ്റ് ക്യാൻ ബി I0, ഒന്നെങ്കിൽ I0 അല്ലെങ്കിൽ I1 അല്ലെങ്കിൽ I2 I3 ഓർ അപ് ടു I9. ആൻഡ് ഏത് ഇൻപുട്ടിനെയാണ് നമ്മൾ പാസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഏത് ഇൻപുട്ടിനെയാണ് ഔട്ട്പുട്ടിലോട്ട് കണക്ട് ചെയ്യുന്നത് എന്നുള്ളത് ദാറ്റ് ഈസ് ഡിസൈഡഡ് ബൈ ദ സെലക്ട് ലൈൻ. നമ്മളിവിടെ പറഞ്ഞ ഈ സെലക്ട് ലൈൻസ് ആണ് ഡിസൈഡ് ചെയ്യുന്നത് ഏത് ഇൻപുട്ടിനെ ഔട്ട്പുട്ടിലോട്ട് കണക്ട് ചെയ്യണമെന്നുള്ളത്. സോ ഇറ്റ് ഈസ് എ ലോജിക് സർക്യൂട്ട് ദാറ്റ് അക്സെപ്റ്റ് സെവറൽ ഇൻപുട്സ് ആൻഡ് വിൽ അലോ ഓൺലി വൺ ഓഫ് ദം ടു ഗെറ്റ് ത്രൂ ദി ഔട്ട്പുട്ട്, ആൻഡ് ദാറ്റ് ഈസ് സെലക്റ്റഡ് ബൈ ദ സെലക്ട് ലൈൻസ്. സോ അതുകൊണ്ടാണ് മൾട്ടിപ്ലെക്സർ ഈസ് ഓൾസോ കോൾഡ് ഡേറ്റ സെലക്ടർ. Now the selection of input to be passed to the output is controlled by the select line. And see, if for 2 power n input lines you need n select lines. അപ്പോൾ മൾട്ടിപ്ലെക്സർ ഡിസൈൻ ചെയ്യുമ്പോൾ ഓർക്കുക ഔട്ട്പുട്ട് ഒരൊറ്റ ഔട്ട്പുട്ടേ കാണത്തുള്ളൂ. ഇൻപുട്ട് ലൈൻസ് എത്രയാണെങ്കിലും ഔട്ട്പുട്ട് ലൈൻ ദർ വിൽ ബി എ സിംഗിൾ ഔട്ട്പുട്ട് ലൈൻ, ആൻഡ് 2 power n ഇൻപുട്ട് ലൈൻസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ വി നീഡ് n സെലക്ട് ലൈൻസ്, n നമ്പർ ഓഫ് സെലക്ട് ലൈൻസ്. അതായത് ഇപ്പോൾ 8 ഇൻപുട്ട് ലൈൻസ്, ഇഫ് യു ഹാവ് 8 ഇൻപുട്ട് ലൈൻസ് ദാറ്റ് ഈസ് ഈക്വൽ ടു 2 power 3. അപ്പോൾ നമുക്ക് 3 സെലക്ട് ലൈൻസ് വേണം. സെലക്ട് ലൈൻസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. ദിസ് ഈസ് ദ ബേസിക് ഓഫ് എ മൾട്ടിപ്ലെക്സർ. അതിൻ്റെ ഒരു റിപ്രസെൻറ്റേഷൻ ആണ് ഈ കാണിച്ചിരിക്കുന്നത് മൾട്ടിപ്ലെക്സർ. സി ദിസ് ഈസ് എ മൾട്ടിപ്ലെക്സർ. സോ ദീസ് ആർ ദ ഇൻപുട്ട് ലൈൻസ് D0 D1 അപ് ടു Dn.
ആൻഡ് ഇത് സെലക്ട് ലൈൻസ് ആണ് അല്ലേ, സെലക്ട് ലൈൻസ് ആൻഡ് ദിസ് ഈസ് ദി ഔട്ട്പുട്ട്. അപ്പോൾ ഔട്ട്പുട്ട് സിംഗിൾ ഔട്ട്പുട്ട്, മൾട്ടിപ്ലക്സർ ഓൾവേസ് ഹാവ് എ സിംഗിൾ ഔട്ട്പുട്ട്. ആൻഡ് ഇവിടെ ഒരു എനേബിൾ ലൈൻ കൂടെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. എനേബിൾ ലൈൻ എപ്പോഴും ഉണ്ടാവണമെന്നില്ല. സോ എനേബിൾ ലൈൻ ഉണ്ടെങ്കിൽ എനേബിൾ ആക്ടിവേറ്റ് ചെയ്യണം. എനേബിൾ ഹാസ് ടു ബി ആക്ടിവേറ്റഡ്. സോ ടൈപ്സ് ഓഫ് മൾട്ടിപ്ലക്സസ്. അപ്പോൾ ടൈപ്സ് ഓഫ് മൾട്ടിപ്ലക്സേഴ്സിലോട്ട് വരുമ്പോൾ ബേസിക്കലി there are 4 types of multiplexers are given here. 2:1 multiplexer, 4:1, 8:1 and 16:1 multiplexer. ഇപ്പോൾ 2:1 എന്ന് പറയുമ്പോൾ 2 ഇൻപുട്ട് ലൈനും ഒരു ഔട്ട്പുട്ട് ലൈൻ. 4:1 എന്ന് പറയുമ്പോൾ യു ഹാവ് 4 ഇൻപുട്ട് ലൈൻസ് ആൻഡ് 1 ഔട്ട്പുട്ട് ലൈൻ. ഇവിടെ 8 ഇൻപുട്ട് ലൈൻ ആൻഡ് 1 ഔട്ട്പുട്ട് ലൈൻ. സിമിലർലി 16 ഇൻപുട്ട് ലൈൻ, ഇവിടെ 1 ഔട്ട്പുട്ട് ലൈൻ. ആൻഡ് എത്ര സെലക്ട് ലൈൻസ് വേണമെന്ന് നോക്കുക. ഇപ്പോൾ 4 നമ്പർ ഓഫ് ഇൻപുട്ട്സ് ആണെങ്കിൽ അല്ലേ, 2 power 2 equal to 4. സോ യു നീഡ് 2 സെലക്ട് ലൈൻസ്. ഇപ്പോൾ 8 ആണെങ്കിൽ 2 power 3 is equal to 8. അപ്പോൾ 3 സെലക്ട് ലൈൻസ് വേണം. 16 ആണെങ്കിൽ 2 power 4 equal to 16. സോ 4 നമ്പർ ഓഫ് സെലക്ട് ലൈൻസ് യൂസ് ചെയ്യണം. അപ്പോൾ സെലക്ട് ലൈൻസ് സെലക്ട് ചെയ്യുന്നത് നമ്പർ ഓഫ് ഇൻപുട്ട്സ് എത്ര ഉണ്ടെന്നുള്ളത് നോക്കിയിട്ടായിരിക്കണം. ഇപ്പോൾ ജസ്റ്റ് 2 ഇൻപുട്ടേ ഉള്ളുവെങ്കിൽ ഒരു സെലക്ട് ലൈൻ മതിയായിരിക്കും. So now this is a 2:1 multiplexer. ഇപ്പോൾ 2:1 എന്ന് പറയുമ്പോൾ 2 ഇൻപുട്ടും ഒരു ഔട്ട്പുട്ടും ആണ് അല്ലേ. സോ D0 D1 ശരിയല്ലേ, 2 ഇൻപുട്ട് ഒരു ഔട്ട്പുട്ട് ആൻഡ് സെലക്ട് ലൈൻ, ഒരു സെലക്ട് ലൈൻ മതിയല്ലോ. ദർ ഈസ് ഓൺലി 1 സെലക്ട് ലൈൻ ആൻഡ് ദിസ് ഈസ് എനേബിൾ. നൗ മൾട്ടിപ്ലക്സറിൻ്റെ ഫംഗ്ഷൻ അറിയാമല്ലോ. ഈ ഇൻപുട്ട്സിൽ ഏതെങ്കിലും ഒരു ഇൻപുട്ട് മാത്രമേ അറ്റ് എ ടൈം ഔട്ട്പുട്ടിലോട്ട് കണക്ട് ചെയ്യത്തുള്ളൂ, അല്ലെങ്കിൽ ഔട്ട്പുട്ട് വഴി നമ്മൾ അലോ ചെയ്യത്തുള്ളൂ. സോ ട്രൂത്ത് ടേബിൾ ശ്രദ്ധിക്കുക. സോ അത് ഡിസൈഡ് ചെയ്യുന്നത് സെലക്ട് ലൈൻ ആണ്. സോ ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സെലക്ട് ലൈൻ, സി ഇവിടെ ഒരു സെലക്ട് ലൈനേ ഉള്ളൂ അല്ലേ, ദാറ്റ് ഈസ് യെസ്. സോ സെലക്ട് ലൈൻ 0 ആണെങ്കിൽ ദി ഔട്ട്പുട്ട് y വിൽ ബി ഈക്വൽ ടു D0. അതായത് സെലക്ട് ലൈൻ 0 ആണെങ്കിൽ D0 വിൽ ബി കണക്റ്റഡ് ടു ദ ഔട്ട്പുട്ട്. സെലക്ട് ലൈൻ 1 ആണെങ്കിൽ ഔട്ട്പുട്ട് y ഈക്വൽ ടു D1. ദാറ്റ് ഈസ് D1 will be connected to the output 1 and this is 0. That is the function of select line. കേട്ടോ. And the select line determines which input to be passed to the output. ഇതെങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. സി ഇംപ്ലിമെൻറ്റേഷൻ അഗൈൻ ഈസ് വളരെ സിമ്പിളാണ്. സി ഇഫ് വേറെ ഒന്നുമല്ല, ജസ്റ്റ് എസിൻ്റെ വാല്യൂ ചെക്ക് ചെയ്യുക. എസ് 0 ആണെങ്കിൽ ഔട്ട്പുട്ട് y ഈക്വൽ ടു D0. എസ് 1 ആണെങ്കിൽ ഔട്ട്പുട്ട് y ഈക്വൽ ടു D1. അത്രയേ ഉള്ളൂ. സി ഇൻ കേസ് ദിസ് ഈസ് സെലക്ട് ലൈൻ യെസ് അല്ലേ. അപ്പോൾ ഈ എസിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ വാട്ട് ഹാപ്പൻസ്, ഇത് 0 ആണെങ്കിൽ സി 0 ആണെങ്കിൽ ഇവിടെ കണക്ട് ചെയ്തിരിക്കുക. സോ ദിസ് ഈസ് 0. ഇതൊരു ആൻഡ് ഗേറ്റ് ആണ്. അപ്പോൾ ഇവിടെ 0 യൂസ് ചെയ്യുമ്പോൾ വാട്ട് ഹാപ്പൻസ്, ദിസ് ആൻഡ് ഗേറ്റ് വിൽ ഗെറ്റ് ഡിസേബിൾഡ് അല്ലേ. ആൻഡ് ഗേറ്റ് പിന്നെ അത് യൂസ് ഇല്ല അതുകൊണ്ട്. ആൻഡ് ദിസ് 0 ഈസ് ഗിവൺ ടു എ നോട്ട് ഹിയർ. സോ ഇവിടെ വരുമ്പോൾ അത് 1 ആവുന്നു. 1 ആയി കഴിഞ്ഞാൽ ഈ ആൻഡ് ഗേറ്റ് നമുക്ക് യൂസ് ചെയ്യാം അല്ലേ. അപ്പോൾ D0, മറ്റേ ഇൻപുട്ട് D0 ആണ്. സോ D0 വിൽ ബി പാസ്ഡ് ടു ദിസ് ഔട്ട്പുട്ട് y. സോ y ഈക്വൽ ടു D0. ഇനി s ഈക്വൽ ടു 1 ആണെങ്കിൽ s ഈക്വൽ ടു 1 ആണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക. s ഈക്വൽ ടു 1 ആണെങ്കിൽ സി ഇവിടെ 1. സോ ഈ ആൻഡ് ഗേറ്റ് വിൽ ബി, ദിസ് ആൻഡ് ഗേറ്റ് വിൽ ബി ആക്ടിവേറ്റഡ്. ആൻഡ് ഇവിടെ ഈ 1 ഇവിടെ കോംപ്ലിമെൻറ്റ് ചെയ്തിട്ട് ഇവിടെ 0 ആയിരിക്കും ലഭിക്കുക. അപ്പോൾ ദിസ് ആൻഡ് ഗേറ്റ് ബിക്കംസ് ഡിസേബിൾഡ് ആൻഡ് this AND gate will be used. So D1 will be passed through this AND gate y. So y equal to D1. So S 0 ആവുമ്പോൾ ഔട്ട്പുട്ട് y-ലോട്ട് D0 കണക്ട് ചെയ്യുന്നു. S 1 ആവുമ്പോൾ ഔട്ട്പുട്ട് y-ലോട്ട് D1 കണക്ട് ചെയ്യുന്നു. So when S equal to 0, AND gate 1 is enabled and AND gate 2 is disabled. And S equal to 1, AND gate 1 is disabled and AND gate 2 is enabled. That's it. So now next type is 4:1 multiplexer. 4:1 multiplexer എന്ന് പറയുമ്പോൾ 4 inputs and 2 select line അല്ലേ. 2 power 2 equal to 4. So you need 2 select lines. അപ്പോൾ representation ശ്രദ്ധിക്കുക. See D0, D1, D2, D3. These are the 4 inputs. 2 സെലക്ട് ലൈൻ വേണം, സിംഗിൾ ഔട്ട്പുട്ട്. ഈ ഒരു സിമ്പിൾ കൂടെ ശ്രദ്ധിക്കുക. നോർമലി മൾട്ടിപ്ലക്സർ നമ്മൾ ഈ ഒരു സിമ്പിൾ യൂസ് ചെയ്തിട്ടാണ് റിപ്രസെൻറ്റ് ചെയ്യുന്നത്. ആൻഡ് ട്രൂത്ത് ടേബിൾ S1, S0, Y. അപ്പോൾ സെലക്ട് ലൈൻ 0 ആണെങ്കിൽ വാട്ട് ഹാപ്പൻസ്, ഔട്ട്പുട്ട് y ഈസ് ഈക്വൽ ടു D0. 0 ആവുമ്പോൾ D0 ആയിരിക്കും നമ്മൾ ഔട്ട്പുട്ടിലോട്ട് കണക്ട് ചെയ്യുന്നത്. 1 ആവുമ്പോൾ D1 ആയിരിക്കും ഔട്ട്പുട്ടിലോട്ട് കണക്ട് ചെയ്യുക. അതായത് ഔട്ട്പുട്ട് y ഈക്വൽ ടു D1. സെലക്ട് ലൈൻ 10 ആവുമ്പോൾ
output y equal to D2, and 1 1 select line 1 1 ആണെങ്കിൽ output D3 will be connected to y. 1 1 ആണെങ്കിൽ output y equal to D3. So concept ഇത്രയേ ഉള്ളൂ. Based on the select line, only one input will be passed to the output in a multiplexer. So അതിൻ്റെ ഒരു ഇംപ്ലിമെൻറ്റേഷൻ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. അഗെയിൻ ഇംപ്ലിമെൻറ്റേഷൻ വളരെ ഈസിയാണ്. യു ക്യാൻ ഏതർ ഇക്വേഷൻ എഴുതാം, ഇക്വേഷൻ യൂസ് ചെയ്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. ഇക്വേഷൻ എന്താണ്? y. സോ y വലിയ ഇക്വേഷൻ y ഈക്വൽ ടു d0 ഡോട്ട് s1 കോംപ്ലിമെൻറ്റ് s0 കോംപ്ലിമെൻറ്റ് അല്ലേ, s1 കോംപ്ലിമെൻറ്റ് s0 കോംപ്ലിമെൻറ്റ് പ്ലസ് d1 ഡോട്ട് s1 കോംപ്ലിമെൻറ്റ് s0 s1 കോംപ്ലിമെൻറ്റ് s0 പ്ലസ് d2 dot s1 s0 complement s1 s0 complement plus d3 dot s1 s0 ശരിയല്ലേ? ദിസ് ഈസ് ദ ഇക്വേഷൻ. നൗ ഇത് വളരെ ഈസി ആയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. നമുക്ക് എന്താണ് വേണ്ടത്? യു നീഡ് ആൻഡ് ഗേറ്റ് അല്ലേ, ആൻഡ് ഗേറ്റ് യൂസ് ചെയ്യുക. ആൻഡ് ഓർ ഗേറ്റിൻ്റെയും കൂടെ ആവശ്യം വരും. ഇവിടെ ഒരു സിംഗിൾ ഓർ ഗേറ്റ് വേണം. റിമൈനിങ് ആൻഡ് ഗേറ്റ് യൂസ് ചെയ്തിട്ട് ആ ഇക്വേഷൻ ഡയറക്റ്റ് ആയിട്ട് റിപ്രസെൻ്റ് ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ഇപ്പോൾ 0 0 s1 s0 0 0 എന്ന് എടുക്കുക. 0 0 എടുക്കുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക? s1 0 ആണ്. സോ ഈ 0 ഇങ്ങോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. സോ ദിസ് ആൻഡ് ഗേറ്റ് വിൽ ബി ഡിസേബിൾഡ്. ആൻഡ് ഈ s1 ഇതെങ്ങോട്ടാണ് പോകുന്നത്? ഇവിടെ 0 കോംപ്ലിമെൻറ്റ് ചെയ്തിട്ട് ദിസ് വിൽ ബി 1 ആൻഡ് ദിസ് വിൽ ബി കണക്റ്റഡ് ഓവർ ഹിയർ. ശരിയല്ലേ? സോ ദിസ് വിൽ ബി നോക്കാം, ഇവിടെ 1 ആണ്. ആൻഡ് s0 ഈ 0 അല്ലേ, s0 0 ആണ്. അപ്പോൾ ഈ പോയിന്റ് പോകുന്നത്, ഈ 0 പോകുന്നത് ഇങ്ങോട്ടാണ്. സോ ദിസ് ആൻഡ് ഗേറ്റ് വിൽ ബി ഡിസേബിൾഡ്. ആൻഡ് അഗെയിൻ s0 ഇവിടെ ഇത് 1 ആവുന്നുണ്ട്. ശരിയല്ലേ? ആൻഡ് ഇത് 1 ആയതിനു ശേഷം ദിസ് ഇൻപുട്ട് വിൽ ഓൾസോ ബി 1. ആൻഡ് ഈ ആൻഡ് ഗേറ്റ് എങ്ങോട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത് നോക്കിയേ. ഈ സെക്കൻഡ് ഇൻപുട്ട് s0യിലോട്ടും തേർഡ് ഇൻപുട്ട് സെക്കൻഡ് ഇൻപുട്ട് s1ലോട്ടും തേർഡ് ഇൻപുട്ട് s0യിലോട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെയും 0 0 ആയിരിക്കും ലഭിക്കുക. സോ ദിസ് ആൻഡ് ഗേറ്റ് വിൽ ഓൾസോ ബി ഡിസേബിൾഡ്. സോ ഫൈനലി വാട്ട് ഹാപ്പൻസ്? ഔട്ട്പുട്ട് y ഈസ് ഈക്വൽ ടു d0. ശരിയല്ലേ? d0 വിൽ ബി പാസ്ഡ് ടു ദി ഔട്ട്പുട്ട് y. സോ സെലക്ട് ലൈൻ s1 s0 ആവുമ്പോൾ ഔട്ട്പുട്ട് y ഈക്വൽ ടു d0. അപ്പോൾ ഇതുപോലെ മറ്റുള്ള കോമ്പിനേഷൻസിനും ചെക്ക് ചെയ്ത് നോക്കുക. സോ ദിസ് ഈസ് അബൌട്ട് 4:1 multiplexer. Now 8:1 multiplexer. So again it's very simple. 8:1 എന്ന് പറയുമ്പോൾ there will be 8 number of inputs and 8 inputs ആവുമ്പോൾ തന്നെ number of select lines എത്രയാണ്? 3 ആണ് അല്ലേ, because 2 power 3 is equal to 8. So you need 8 number of select lines. So number of inputs, so d0 d1 d2 d3 up to d7, 8 input lines, single output, and s0 s1 s2, you have 3 select lines. So this is the truth table. s0 s1 s2, so these are the inputs s0 s1 s2, sorry, these are the select lines. s0 s1 s2 are the select lines. അപ്പോൾ 3 select lines ആവുമ്പോൾ possibly you will have 8 combinations അല്ലേ, 8 കോമ്പിനേഷൻസ് വരാം. 0 0 0 0 0 1 0 1 0 0 1 1 1 0 0 1 0 1 1 1 0 1 1 1 ആൻഡ് അഗെയിൻ ഓപ്പറേഷൻ പഴയതുപോലെ തന്നെ. അതായത് 0 0 0 ആവുമ്പോൾ d0 will be passed to the output. 0 0 1 ആവുമ്പോൾ d1 will be passed to the output കേട്ടോ. 0 1 0 ആവുമ്പോൾ d2 will be passed to the output. 0 1 1 ആവുമ്പോൾ d3 will be passed to the output, etc. up to 1 1 1 1 1 1 ആണെങ്കിൽ d7 will be sent to the output. At a time only one output will be connected, only one input will be connected to the output based on the select line. So this is about 8:1 multiplexer. So നമുക്ക് just ഒരു എക്സാമ്പിൾ കൂടെ നോക്കാം. So use a multiplexer to implement the logic function f equal to a XOR b XOR c. So this is the question.
അപ്പോൾ ഇതെങ്ങനെയാണ് ഒരു മൾട്ടിപ്ലക്സർ യൂസ് ചെയ്തിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഈ ഫംഗ്ഷൻ മൾട്ടിപ്ലക്സർ ആൾറെഡി അവൈലബിൾ ആണ്. ആ മൾട്ടിപ്ലക്സർ യൂസ് ചെയ്തിട്ട് ഈ ഫംഗ്ഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്യണം. ഔട്ട്പുട്ട് ഷുഡ് ബി എഫ്, എ എക്സ് ഓർ ബി എക്സ് ഓർ സി. അപ്പോൾ എ ബി സി ദേ ആർ ദ ഇൻപുട്ട് വേരിയബിൾസ് അല്ലേ. ഇൻപുട്ട്സ് എ ബി സി ആണ്. അപ്പോൾ 3 ഇൻപുട്ട്സ് ആണ്. സോ നമുക്ക് 3 സെലക്ട് ലൈൻസും വേണം. മൾട്ടിപ്ലക്സർ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ഡിസൈഡ് ചെയ്യേണ്ടത് എത്ര സെലക്ട് ലൈൻസ് വേണമെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് 3 സെലക്ട് ലൈൻസ് വേണം. സോ ദാറ്റ് ഈസ് ടേക്കൺ ആസ് S0, S1, S2. അപ്പോൾ 3 സെലക്ട് ലൈൻസ് ആകുമ്പോൾ പോസിബിളി നമുക്ക് 8 ഇൻപുട്ട് കോമ്പിനേഷൻസ് ആയിരിക്കും വരിക. 0 0 0, 0 0 1, 0 1 0, 0 1 1, 1 0 0, 1 0 1, 1 1 0 ആൻഡ് 1 1 1. 1 1 1. സോ ജസ്റ്റ് നമുക്ക് ഈ ഫംഗ്ഷൻ എന്താണെന്ന് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യാം. എഫ് ഈക്വൽ ടു എ എക്സ് ഓർ ബി എക്സ് ഓർ സി. ജസ്റ്റ് ഈ ഫംഗ്ഷൻ എന്താണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ 0 0 0, 0 0 ആണെങ്കിൽ ഇറ്റ് ഈസ് ബേസിക്കലി എക്സോർ ഓപ്പറേഷൻ ആണല്ലോ. അപ്പോൾ 0 0 ആണെങ്കിൽ എക്സോർ വിൽ ബി 0. എക്സോർ അറിയാമല്ലോ, ഓഡ് നമ്പർ ഓഫ് വൺസ് ഡിറ്റക്ടർ ആണ്. അപ്പോൾ ഇൻപുട്ട് കോമ്പിനേഷനിൽ ഓഡ് നമ്പർ ഓഫ് വൺസ് ആണ് വരുന്നതെങ്കിൽ ഔട്ട്പുട്ട് വിൽ ബി 1. അപ്പോൾ എവിടേക്കാണ് 1 വരിക? ഈ കോമ്പിനേഷൻ നോക്കിക്കേ. 0 0 1 ഔട്ട്പുട്ട് വിൽ ബി 1, 0 1 0 ഔട്ട്പുട്ട് വിൽ ബി 1, 0 1 1, 1 1 വരുമ്പോൾ എക്സോർ വിൽ ബി 0. ശരിയല്ലേ? 1 0 0 ഔട്ട്പുട്ട് വിൽ ബി 1, 1 0 1 0, 1 1 0 0, 1 1 1 1. അപ്പോൾ നമ്മൾ ഫംഗ്ഷൻ ഡിറ്റർമൈൻ ചെയ്തു. നൗ ദിസ് ഹാസ് ടു ബി ഇംപ്ലിമെൻറ്റഡ് യൂസിങ് എ മക്സ്. അതിവിടെ തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാം. സോ 3 സെലക്ട് ലൈൻസ് ആണല്ലോ. അപ്പോൾ യു ആർ ഗോയിങ് ടു യൂസ് എ 8:1 മക്സ് അല്ലേ. സോ ഇതാണ് നമ്മുടെ 3 സെലക്ട് ലൈൻസ്. യു ആർ ഗോയിങ് ടു യൂസ് എ 8:1 മക്സ്. സോ 3 സെലക്ട് ലൈൻസ്, അതായത് S2, S1, S0. അല്ലെങ്കിൽ യു ക്യാൻ ടേക്ക് ഇറ്റ് എസ് എ ബി സി. എ ബി സി എന്ന് തന്നെ എടുക്കാം. എ ബി സി. ആൻഡ് 8 ഇൻപുട്ട്സ് വേണം. സോ 1 2 3 4 5 6 7 8. So these are the 8 inputs. So നമുക്കതിനെ യു വിൽ ടേക്ക് ഇറ്റ് എസ് D0, D1, D2, D3, D4, D5, D6 and D7. And there will be only one output അല്ലേ. സോ ഇവിടെ നമുക്കറിയാവുന്ന ഒരു കാര്യം എന്താണ്? 8:1 മക്സ് എന്ന് പറയുമ്പോൾ സി എ ബി സി ദീസ് ആർ ദ സെലക്ട് ലൈൻസ്. അപ്പോൾ ഇവിടെ 0 0 0 ഇൻപുട്ട് കോമ്പിനേഷൻ വരുമ്പോൾ D0, ദിസ് ഈസ് ഔട്ട്പുട്ട് Y, D0 ആയിരിക്കും ഒയിലോട്ട് കണക്ട് ചെയ്യുക. 0 0 0 0 1 വരുമ്പോൾ D1 ആയിരിക്കും ഔട്ട്പുട്ടിലോട്ട് കണക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വേണ്ടത് എന്താണ്? 0 0 0 വരുമ്പോൾ ഔട്ട്പുട്ട് ഷുഡ് ബി 0. 0 0 1 വരുമ്പോൾ ഔട്ട്പുട്ട് ഷുഡ് ബി 1. സോ D0 യു ഹാവ് ടു കണക്ട് ദാറ്റ് ടു 0. ഇത് 0യിലേക്ക് കണക്ട് ചെയ്യുക. ആൻഡ് D1 1ലേക്ക് കണക്ട് ചെയ്യുക. സോ യു വിൽ സീ ദാറ്റ് ഹൗ ഇറ്റ് വർക്ക്സ്. We will take 2 lines D0. So let this be D1. So D0യിൽ നമ്മൾ 0 കണക്ട് ചെയ്യുന്നു, D1ലോട്ട് 1 കണക്ട് ചെയ്യുന്നു. ആൻഡ് സിമിലർലി എവിടേക്കാണ് ഇൻപുട്ട് കോമ്പിനേഷൻസ് വരുന്നത് നോക്കുക. ഇപ്പോൾ 0 1 0, 0 1 0 എന്ന് പറയുമ്പോൾ ഇൻപുട്ട് കോമ്പിനേഷൻ 0 1 0 ആണെങ്കിൽ D2 അല്ലേ, D2 ആണല്ലോ ഔട്ട്പുട്ടിലോട്ട് കണക്ട് ചെയ്യുന്നത്. D2 എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് ഔട്ട്പുട്ട് വേണ്ടത് 1 ആണ്. സോ നമ്മൾ ചെയ്യാൻ പോകുന്നത് D2വിനെ D2വിനെ 1ലോട്ട് കണക്ട് ചെയ്യുന്നു. സിമിലർലി ഈ ലൈൻ നോക്കിക്കേ. 1 0 0, 1 0 0 എന്ന് പറയുമ്പോൾ 4 അല്ലേ. സോ 1 0 0 വരുവാണെങ്കിൽ ഇൻപുട്ട് കോമ്പിനേഷൻ 1 0 0 വരുമ്പോൾ D4 ആണല്ലോ ഔട്ട്പുട്ടിലോട്ട് നമ്മൾ കണക്ട് ചെയ്യുന്നത്. D4 ആയിരിക്കും ഔട്ട്പുട്ടിലോട്ട് പാസ് ആവുന്നത്. ആൻഡ് 1 0 0 വരുമ്പോൾ നമുക്ക് വേണ്ടത് 1 ആണ്. സോ D4 വിൽ ബി കണക്റ്റഡ് ടു 1. ആൻഡ് സിമിലർലി 1 1 1, 1 1 1 എന്താണ്? 1 1 1 ഇൻപുട്ട് കോമ്പിനേഷൻ വരുമ്പോൾ D7 ആയിരിക്കും നമ്മൾ ഔട്ട്പുട്ടിലോട്ട് കണക്ട് ചെയ്യുക. സോ D7നെയും നമ്മൾ 1ലോട്ട് കണക്ട് ചെയ്യുന്നു. ആൻഡ് റിമൈനിങ് ലൈൻസ് എന്താണ്? D3, D5, D6 ഈ ലൈൻസ് നമ്മൾ 0യിലോട്ട് കണക്ട് ചെയ്യുന്നു. സി നൗ ഇറ്റ് വിൽ വർക്ക്. എങ്ങനെയായിരിക്കും വർക്കാവുന്നത്? ഇൻപുട്ട് കോമ്പിനേഷൻ 0 0 0. ഫോർ എക്സാമ്പിൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം, ഈ ട്രൂത്ത് ടേബിൾ വർക്ക് ആവുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ഇപ്പോൾ 0 0 0 ഇൻപുട്ട് കോമ്പിനേഷൻ നമ്മൾ കൊടുക്കുന്നു. 0 0 0 കൊടുക്കുമ്പോൾ ഔട്ട്പുട്ടിൽ നമുക്ക് ലഭിക്കേണ്ടത് 0 ആണ്. ഈ മക്സിൽ എന്തായിരിക്കും സംഭവിക്കുക? 0 0 0 കൊടുക്കുമ്പോൾ D0 വിൽ ബി പാസ്ഡ് ടു ദി ഔട്ട്പുട്ട്. നമ്മൾ D0 എങ്ങോട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? 0യിലോട്ട്. സോ ഔട്ട്പുട്ട് Y വിൽ ബി 0. ഇനി വേറൊരു സാമ്പിളൂടെ ടെസ്റ്റ് ചെയ്യാം. സി ടേക്ക് 1 1 1, 1 1 1.
സെലക്ട് ലൈൻസ് 1 1 1 കൊടുക്കുമ്പോൾ ഔട്ട്പുട്ട് ഹാസ് ടു ബി 1. ഇവിടെ 1 ആണ് വരേണ്ടത്, ഔട്ട്പുട്ടിൽ 1 വരണം. മക്സ് എന്തായിരിക്കും ചെയ്യുന്നത്? 1 1 1 സെലക്ട് ലൈൻസിൽ കൊടുക്കുമ്പോൾ മക്സ് ചെയ്യുന്നത് എന്തുമായിരിക്കും? D7 വിൽ ബി പാസ്ഡ് ടു ദി ഔട്ട്പുട്ട്. ഇപ്പോൾ D7 നമ്മൾ എങ്ങോട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? 1 സോ 1 വിൽ ബി പാസ്ഡ് ടു ദി ഔട്ട്പുട്ട്. സോ y ഈക്വൽ ടു 1. സോ ദിസ് ഈസ് ഹൗ യു ക്യാൻ ഇംപ്ലിമെൻറ്റ് ദിസ് ഫംഗ്ഷൻ. അപ്പോൾ ഈ രീതിയിലുള്ള ഏത് ഫംഗ്ഷൻസും നമുക്ക് മക്സ് യൂസ് ചെയ്തിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. So before finishing this session, we will just see the application of a multiplexer. ഇപ്പോൾ മൾട്ടിപ്ലെക്സർ അതിൻ്റെ ഒരു ബേസിക് ഫംഗ്ഷൻ നമ്മൾ പറഞ്ഞു, അതായത് നമ്പർ ഓഫ് ഇൻപുട്സ്, we will be connecting the n number of inputs and there will be select lines. അപ്പോൾ ഓരോ ടൈമിലും ഏത് ഇൻപുട്ടാണോ നമ്മൾ ഔട്ട്പുട്ടിലോട്ട് പാസ് ചെയ്യേണ്ടത്, ദാറ്റ് ക്യാൻ ബി ഡൺ വിത്ത് ദ ഹെൽപ്പ് ഓഫ് സെലക്ട് ലൈൻ. അല്ലെങ്കിൽ ഓരോ സമയത്തും ഏതെങ്കിലും ഒരു ഇൻപുട്ട് മാത്രമേ നമ്മൾ ഔട്ട്പുട്ടിലോട്ട് പാസ് ചെയ്യത്തുള്ളൂ. ഏത് ഇൻപുട്ട് ഔട്ട്പുട്ടിലോട്ട് കണക്ട് ചെയ്യണം എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത് സെലക്ട് ലൈൻ ആണ്. ഈ ഒരു അപ്ലിക്കേഷൻ ശ്രദ്ധിച്ച് ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത്? ഔട്ട്പുട്ടിൽ നമ്മളൊരു സ്പീക്കറാണ് കണക്ട് ചെയ്ത്, ഇറ്റ് ഈസ് എ സൗണ്ട് സ്പീക്കർ, സറൗണ്ട് സൗണ്ട് സിസ്റ്റം, സൗണ്ട് സ്പീക്കറാണ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ സൗണ്ട് സിസ്റ്റത്തിന് നമ്മൾ കൊടുക്കേണ്ട ഇൻപുട്ട്, അതിൻ്റെ ഇൻപുട്ട് സോഴ്സ് എന്ന് പറയുമ്പോൾ ഇറ്റ് ക്യാൻ ബി എ MP3 പ്ലെയർ ആവാം, ഒരു ലാപ്ടോപ്പ് വിത്ത് സൗണ്ട് കാർഡ് ആവാം. യു ക്യാൻ ഇൻപുട്ട് എന്താണ്? മ്യൂസിക്കാണ് ഇൻപുട്ട് അല്ലേ? ആ മ്യൂസിക് അതർവൈസ് സൗണ്ട്, അതാണ് ഇൻപുട്ട്. ആ മ്യൂസിക് എന്ന് പറയുന്നത് യു ക്യാൻ ഗീവ് ഇറ്റ് ഫ്രം എ ലാപ്ടോപ്പ്, അല്ലെങ്കിൽ MP3 പ്ലെയറിൽ നിന്ന് കൊടുക്കാം, അല്ലെങ്കിൽ ഡിജിറ്റൽ സാറ്റലൈറ്റ് യൂസ് ചെയ്ത് സാറ്റലൈറ്റ് വഴി കൊടുക്കാം, അല്ലെങ്കിൽ ഇറ്റ് ക്യാൻ ബി ഫ്രം എ ഡിജിറ്റൽ കേബിൾ TV. സോ സോഴ്സ്, അതിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് ഇവിടെ 4 സോഴ്സസാണ് കാണിച്ചിരിക്കുന്നത്. ഈ 4 സോഴ്സിൽ ഏത് സോഴ്സ് വേണമെങ്കിലും നമുക്കിവിടെ ഇൻപുട്ടായിട്ട് കൊടുക്കാം. ബട്ട് ഹിയർ ദേ ഹാവ് യൂസ്ഡ് എ മക്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ സോഴ്സ് സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ 4 ഇൻപുട്ട്സ് ആണുള്ളത്, സിംഗിൾ ഔട്ട്പുട്ട് ആൻഡ് 2 സെലക്ട് ലൈൻസ് അല്ലേ? 4 ഇൻപുട്ട്സ് ആയതുകൊണ്ട് തന്നെ 2 ഇൻപുട്ട്സ് മതിയായിരിക്കും. അപ്പോൾ ഇൻപുട്ട് 0 0 ആണെങ്കിൽ the MP3 പ്ലെയർ വിൽ ബി സെലക്റ്റഡ്. അതായത് MP3 പ്ലെയറിൻ്റെ ഔട്ടായിരിക്കും നമ്മൾ ഈ ഔട്ട്പുട്ട് വഴി ഈ സിസ്റ്റത്തിലോട്ട് കണക്ട് ചെയ്യുക. ഇപ്പോൾ 0 1 സെലക്ട് ലൈൻ 0 1 ആണെങ്കിൽ 0 1 എന്താണ്? ലാപ്ടോപ്പ്. ഈ ലാപ്ടോപ്പ് ആയിരിക്കും നമ്മൾ മക്സിലൂടെ ഔട്ട്പുട്ടിലോട്ട് പാസ് ചെയ്യുക. ദാറ്റ് വിൽ ബി കണക്റ്റഡ് ടു ദ സൗണ്ട് സിസ്റ്റം. ഇനി 1 1 ആണെങ്കിൽ കേബിൾ TV, ഡിജിറ്റൽ കേബിൾ ടിവിയുടെ സോഴ്സ് ആയിരിക്കും നമ്മൾ ഈ ഇൻപുട്ട് ആയിരിക്കും ഔട്ട്പുട്ടിലോട്ട് പാസ് ചെയ്യുന്നതും, ആൻഡ് ദാറ്റ് വിൽ ബി കണക്റ്റഡ് ടു ദ സറൗണ്ട് സൗണ്ട് സിസ്റ്റം. സോ യൂസിങ് ദീസ് മക്സ് വി ക്യാൻ വെരി ഈസിലി കൺട്രോൾ the source of sound to the surround sound system. So this is the basic application of a multiplexer. So decoder, multiplexer എന്നീ ടോപ്പിക്സിൻ്റെ ഒരു ഡിസ്കഷൻ നമ്മളിവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ്. താങ്ക് യു.